AnDz WORLDിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓവനും മുട്ടയും ഇല്ലാതെ എങ്ങനെയാണ് മൾട്ടി ലെയേർഡ് റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെറും ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടാണ് വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു കളർഫുൾ കേക്ക് ഉണ്ടാക്കിയെടുത്തത്. ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിന്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗൾ എടുത്ത് അതിന്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നീട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത് മുഴുവനും ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് അരിച്ചെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, 1 കപ്പ് മൈദക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാം. അത് അധികമായാൽ കേക്കിനൊരു കയ്പ്പ് രസമായിരിക്കും. ഇനി വേറെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചത് ഇതിലേക്കിട്ട് അരിച്ചെടുക്കാം. നേരത്തെ അരിച്ചതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ വേറെ ഒരു ബൗളിലേക്ക് അരിച്ചെടുത്ത് വെക്കാം. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഓരോ ബാച്ചായിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലഫി ആയിട്ടും വരും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ 2-3 തവണയൊക്കെ അരിച്ചെടുക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇടുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലായിടത്തും എത്തും. അതാണ് ഇതിന് ഫ്ലഫി ആകാൻ കാരണമാവുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ഹോൾ പോലെ ആക്കി അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, പാല് 1 കപ്പോളം എടുക്കണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിൻ്റെത്. ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോ മറ്റോ പാല് ചേർത്ത് കൊടുത്ത് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റെയിൻബോ കേക്കിന്റെ ബാറ്റർ റെഡിയാവും. ഇനി ഇത് 6 ബൗളിലേക്ക് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഓരോ കപ്പിലും 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കേക്ക് ബാറ്റർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. റെയിൻബോ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിലും കളർ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ബൗളിലേക്ക് യെല്ലോ ഫുഡ് കളർ ആണ് ചേർക്കുന്നത്. ഓറഞ്ച് കളർ ഉണ്ടാക്കാൻ യെല്ലോ കളറും റെഡ് കളറും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് റെഡ് മിക്സ് ചെയ്തെടുക്കാം. വയലറ്റ് കളർ ഉണ്ടാക്കാനായിട്ട് റെഡ് കളറും ബ്ലൂ കളറും ആണ് മിക്സ് ചെയ്തെടുക്കുന്നത്. റെയിൻബോ എന്ന് പറയുമ്പോൾ 7 കളറാണെന്ന് എല്ലാവർക്കും അറിയാലോ. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പക്ഷെ ഞാനിവിടെ ഇൻഡിഗോ ഉണ്ടാക്കുന്നില്ല. ഇൻഡിഗോ ബ്ലൂ ഒക്കെ സെയിം ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ 6 കളർ എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ബ്ലൂ കളർ റെഡിയാക്കി എടുക്കാം. എൻ്റെ അടുത്ത് ഉണ്ടായത് സ്കൈ ബ്ലൂ കളർ ആയിരുന്നു, അതുകൊണ്ടാണ് ലൈറ്റ് കളറായി പോയത്. ഇനി ഗ്രീൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ബ്ലൂ കളറും യെല്ലോ കളറും മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് ഞാൻ ഫ്രൈയിങ് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇത് ഞാനൊരു ഫ്രൈയിങ് പാന് ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ തടവി അതിലേക്ക് വയലറ്റ് കളർ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കറക്കി കൊടുത്താൽ അത് സെറ്റായിട്ട് വരും. സ്പൂണ് കൊണ്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ സെറ്റാക്കാം. ഇനി ഇത് 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം.
ഇനി സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഓരോ കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ കേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഗ്രീൻ ബാറ്റർ ഒഴിച്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാനിൽ എണ്ണ തടവാതെ ഉണ്ടാക്കിയാൽ കേക്കിന്റെ അടിഭാഗം വല്ലാതെ ഹാർഡായി പോവും. അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നാലാമത്തെ കളറായ യെല്ലോ കളർ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അഞ്ചാമത്തെ കളറായ ഓറഞ്ച് കളറാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. ആറാമത്തേതും അവസാനത്തേതുമായ റെഡ് കളർ റെഡിയാക്കി എടുക്കാം. അടുത്തതായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് റെയിൻബോ ഗ്ലേസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടികട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിന്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുക്കാം, 1 നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കാം. ചൂടായി വരുമ്പോൾ ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കാനും പാടില്ല, പിന്നെ കട്ട പിടിക്കാനും പാടില്ല. അതിനായിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇത് കട്ട കൂടാതെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 6 ബൗളിലേക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കിയ പോലെ തന്നെ ഇതിന് നമ്മൾ കളർ ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ഡെക്കറേഷനുള്ള റെയിൻബോ ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിൽ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് വെക്കാം. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോസിലൊന്നും ഇടാത്തത്. ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മുടെ കേക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു ബേസ് പോലെ വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ആദ്യത്തെ ലെയർ വെക്കാം. ആദ്യം തന്നെ ഞാൻ വയലറ്റ് കേക്കാണ് വെക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ബ്ലൂ കേക്ക് വെക്കാം. ഞാൻ വിബ്ജിയോ എന്നുള്ള ഓർഡറിലാണ് വെക്കുന്നത്, താഴേന്ന് മുകളിലോട്ടായിട്ട്. ബാക്കിയുള്ള മെത്തേഡ് സെയിം തന്നെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും വെച്ച് സെറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ലെയർ ആയിട്ട് ഗ്രീൻ വെച്ച് കൊടുക്കാം. നാലാമത്തെ ലെയർ ആയിട്ട് യെല്ലോ കേക്ക് വെക്കാം. അഞ്ചാമതായിട്ട് ഓറഞ്ച് കേക്ക് വെക്കാം. ആറാമത്തേതും അവസാനത്തേതും ആയ റെഡ് കേക്ക് വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം കൂടി സ്പ്രെഡ് ചെയ്ത് മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് മുഴുവനും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഡെക്കറേഷൻ ആയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് വൈറ്റ് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം യെല്ലോ, ഗ്രീൻ, അങ്ങനെ എല്ലാം റാൻഡം ആയിട്ട് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യാണ് സ്പൂൺ വെച്ചിട്ട്. അവസാനമായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെയിൻബോ കളർ ഷുഗർ ബോൾസ് തന്നെയാണ്. എല്ലാ കളറും ഉണ്ട് ഇതിൽ. നമ്മുടെ റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കിയെടുത്ത എഗ്ലെസ് റെയിൻബോ കേക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ പറയാം. കേക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.